നിമിഷങ്ങൾക്ക് മുൻപ് വരെ തൻ്റെ മകനെ ഓർത്ത് നീങ്ങിയ രവിവർമ്മയുടെ ചിത്രം മനസ്സിലേക്ക് തെളിഞ്ഞതും അവളുടെ ഉള്ളിലുള്ള കുറ്റബോധത്തിൻ്റെ ആഴം കൂടിക്കൊണ്ടിരുന്നു. മാപ്പ്, എൻ്റെ അച്ഛൻ ഈ കുടുംബത്തോട് ചെയ്തത് വലിയ തെറ്റാണ്, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ പേരിൽ വലിയ നഷ്ടമുണ്ടായി എന്നെനിക്കറിയാം. അതിന് കാൽ പിടിച്ച് മാപ്പ് പറയാം ഞാൻ. പക്ഷേ അയാളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. അത്രത്തോളം ആഴത്തിലാണ് അയാൾ എൻ്റെ മനസ്സിൽ മുറിവുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെനിക്ക് മറക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് മുൻപിൽ കൈകൂപ്പി നിന്ന് അത്രയും പറഞ്ഞതിന് ശേഷം മുത്തശ്ശനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആമി നേരെ അവളുടെ മുറിയിലേക്ക് പോയി. ബെഡിലേക്ക് വീണ് പൊട്ടിക്കരയുമ്പോൾ അതിനേക്കാൾ ശബ്ദത്തിൽ അവളുടെ മനസ്സും പൊട്ടിക്കരയുകയായിരുന്നു. മനസ്സ് നിറയെ മുത്തശ്ശൻ പറഞ്ഞ വാക്കുകൾ മാത്രം. ആ വാക്കുകൾക്ക് അവളുടെ സമാധാനം തകർക്കാനുള്ള കെൽപ്പുണ്ടായിരുന്നു. കുറച്ചു നേരം വെറുതെ കിടന്നതിന് ശേഷം എഴുന്നേറ്റൊന്ന് ഫ്രഷായി ഒരു കപ്പ് ചായ കുടിച്ചു. വെറുതെ ഇരിക്കുന്നത് കൊണ്ട് അവൾക്ക് വല്ലാത്ത മടുപ്പ് തോന്നുന്നുണ്ടായിരുന്നു. പതിയെ ബെഡിലേക്ക് ഇറങ്ങി. പിന്നെയും കുറേ നേരം അവൾ വെറുതെ എന്തൊക്കെയോ ചിന്തിച്ചിരുന്നു. ആമി, മോളെ. ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി ആമി കാണുന്നത് തൻ്റെ അടുത്തേക്ക് വരുന്ന ആവണി ചെറിയമ്മയെയാണ്. മോളെ, വേഗം റെഡിയാകും, ഇന്ന് ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ്. സത്യത്തിൽ അപ്പോഴാണ് ആമിയും അത് ഓർക്കുന്നത്. ഇന്നലെ വരെ ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നീട് മറന്നുപോയി. ഞാൻ ഓർത്തില്ല. ശരി ചെറിയമ്മേ, ഞാൻ റെഡിയായി വരാം. സത്യത്തിൽ ഞാനും മറന്നിരിക്കുമായിരുന്നു. പിന്നെ സെവി ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഓർത്തത്. അവന് മറക്കാൻ പറ്റില്ലല്ലോ. വയ്യാതെ കിടക്കുമ്പോഴും ഇത് വിളിച്ച് സ്വസ്ഥത കൊടുക്കുന്നുണ്ടാവില്ല. മോള് വേഗം റെഡിയായി താഴേക്ക് വാ, ഞാനും റെഡിയായി നിൽക്കാം. ഒരു ചെറുചിരിയോടെ അത് പറഞ്ഞുകൊണ്ട് ചെറിയമ്മ പുറത്തേക്ക് പോയി. അവരെ ഒന്ന് നോക്കിയതിനു ശേഷം ആമയും ബാത്റൂമിലേക്ക് പോയി. പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി ഇറങ്ങി. ഒരു സിമ്പിൾ സാരിയും എടുത്ത് ആമി വേഗം താഴേക്ക് പോയി. റെഡിയായി വരുന്ന ചെറിയമ്മയെ കണ്ടതും ആമി അവരോടൊപ്പം കാറിൻ്റെ അടുത്തേക്ക് പോയി. എന്നാൽ അപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സേവ്യറിനെ അവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നത്. അവൻ്റെ ബാൻഡേജുള്ള വലത്തെ കൈയിലേക്ക് ആമിയുടെ ശ്രദ്ധ പോയി. പോരാത്തതിന് തലയിൽ വലിയ ഒരു കെട്ടും. സേവി, നിന്നോടാരാ വരാൻ പറഞ്ഞത്? നീ വരണ്ട, പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. അവനെ നോക്കി ദേഷ്യത്തിൽ ചെറിയമ്മ പറഞ്ഞിട്ടും കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ സേവ്യർ തയ്യാറായില്ല. അവസാനം അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് ചെറിയമ്മ തൻ്റെ ശ്രമം ഉപേക്ഷിച്ചു. ആ കാറ് പിന്നെ നിന്നത് ഹോസ്പിറ്റലിന് മുമ്പിലാണ്. ആമിയും ചെറിയമ്മയും സൂസൻ ഡോക്ടറെ ക്യാബിനിലേക്ക് പോയി. യാദവ് നേരത്തെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഡോക്ടർ അവിടെയും പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അകത്തേക്ക് കയറി വന്ന ആമിയെ കണ്ടതും ഡോക്ടർ പതിവ് പോലെ അവളുടെ ബിപിയും വെയിറ്റും ചെക്ക് ചെയ്തു. പിന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോയി. സ്കാനിങ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുവാണ് ആമിയും ചെറിയമ്മയും. റിപ്പോർട്ട് നോക്കുന്ന ഡോക്ടറുടെ മുഖത്തെ ഭാവവ്യത്യാസം നോക്കി കാണുകയാണവർ. പേടിക്കാനൊന്നുമില്ല, അമ്മയും കുഞ്ഞും ഓക്കെയാണ്. എന്ത്? ഡോക്ടറുടെ വാക്കുകൾ വ്യക്തമാകാതെ ചെറിയമ്മയും ആമിയും അവരെ തന്നെ നോക്കി നിന്നു. അതെ, ആമിക്ക് ട്വിൻസാണ്. ഇപ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ നന്നായി ശ്രദ്ധിക്കണം. തൽക്കാലം കുറച്ച് ദിവസം കൂടെ വീട്ടിലിരിക്ക്, ജോലിക്ക് പിന്നെ പോകാം. അവരെ നോക്കി ഒരു പുഞ്ചിരിയോടെ സൂസൻ ഡോക്ടർ പറയുമ്പോൾ അപ്പോഴും കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുവാണ് ആമിയും ചെറിയമ്മയും. ഈ സമയത്തെല്ലാം ക്യാബിൻ പുറത്ത് നിന്നുകൊണ്ട് യാദവിനോട് സംസാരിക്കുകയായിരുന്നു സേവ്യർ. ഇതേ സമയം കാളിയാർ മഠത്തിന് മുൻപിൽ ഒരു BMW വന്നു നിന്നു. അതിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ പ്രതാപനും അയാളുടെ ഭാര്യ രേവതിയും കാളിയാർ മഠത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഹാളിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രവിവർമ്മ. അകത്തേക്ക് കയറി വരുന്ന പ്രതാപനെയും രേവതിയെയും കണ്ടതും ചിരിച്ചുകൊണ്ട് തന്നെ പത്രം അടച്ചു മാറ്റിവെച്ചു. അകത്തേക്ക് വരുന്ന പ്രതാപനെ അദ്ദേഹം സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ഇതാര്? പ്രതാപനോ? കുറേയായല്ലോ കണ്ടിട്ട്. രണ്ടുപേരും കയറിയിരിക്കൂ. ഹിമമോളെ പ്രതാപനും രേവതിക്കും ചായ എടുത്തോളൂ. അകത്തേക്ക് നോക്കിക്കൊണ്ട് രവിവർമ്മ വിളിച്ചു പറഞ്ഞു. അല്പം അടിയോടെ രവിവർമ്മയെ ഒന്ന് നോക്കിയതിനു ശേഷം ഒരു ചിരി വരുത്തിക്കൊണ്ട് പ്രതാപൻ അദ്ദേഹത്തിന് നേരെയുള്ള സോഫയിലേക്ക് ഇരുന്ന് തൊട്ടടുത്ത് രേവതിയും. അതെ, ഞങ്ങൾ വന്നതൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു. ബിസിനസ് കാര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ ജിതനോട് സംസാരിക്കുന്നതാവും നല്ലത്. അല്ലെങ്കിൽ അർജുനെയോ ദീപനെയോ അവരെ ആരെങ്കിലും വിളിക്കാം. ഞാനിപ്പോൾ ബിസിനസ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, വയസ്സായില്ലേ. അവരെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും അവർക്കുള്ള ചായയുമായി ഹിമചെറിയമ്മ അവിടേക്ക് എത്തിയിരുന്നു. ഇനിയും മിണ്ടാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതും പ്രതാപ് അല്പം അടിയോടെ സംസാരിച്ചു തുടങ്ങി. ഇല്ല സർ, ഞങ്ങൾ വന്നത് ബിസിനസ് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടിയല്ല. പിന്നെ
അത് യദുവിൻ്റെയും അരുണിമയുടെയും വിവാഹകാര്യം. അല്പം മടിയോടെ രവിവർമ്മയ്ക്ക് മുൻപിൽ കാര്യം അവതരിപ്പിക്കുമ്പോൾ അയാൾക്ക് വല്ലാത്ത മടി തോന്നി. പക്ഷേ കയ്യിൽ ചോരൊളിപ്പിച്ച ഒരു ഭ്രാന്തിയെ പോലെ നിൽക്കുന്ന അരുണിമയുടെ മുഖം മനസ്സിലേക്ക് ഓർമ്മ വന്നതും അദ്ദേഹം കണ്ണുകൾ മുറുകെ അടച്ചു. പ്രതാപന്റെ സംസാരത്തിലൊന്ന് ഞെട്ടിയെങ്കിലും രവിവർമ്മ സംശയരൂപേണ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞെന്നാണല്ലോ അന്ന് ജിതൻ പറഞ്ഞത്. അത് കേൾക്കെ പ്രതാപന് അപമാനം തോന്നി. അയാൾക്ക് മുൻപിൽ ചെറുതായതുപോലെ. പക്ഷേ ഈ വിവാഹം നടന്നേ പറ്റൂ, ഇല്ലെങ്കിൽ അയാളുടെ കൈകളിൽ അമരുന്ന രേവതിയുടെ കൈയാണ് അയാളെ ചിന്തയിൽ നിന്നുണർത്തിയത്. അവൻ രവിവർമ്മയെ കണ്ണുകൊണ്ട് കാണിച്ചതും അല്പം അടിച്ചാണെങ്കിലും അയാൾ സംസാരിച്ചു തുടങ്ങി. ഏതു വിധേനയും യദുവിനെ അവൾക്ക് നേടിക്കൊടുക്കുമെന്ന് ഉറപ്പു പറഞ്ഞതാണ് പ്രതാപ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. തിരിച്ചുപോയി അവളെ നിരാശയാക്കാൻ അയാൾക്ക് കഴിയില്ല. അത് പിന്നെ ശരിയാണ്, ഞാൻ അങ്ങനെ ജിതനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇമ്മമോളി യദുവിനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ജന്മം യദുവിനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ അവൾ തയ്യാറല്ലെന്നാണ് പറയുന്നത്. രവിവർമ്മയുടെ മുഖത്ത് നോക്കാതെയാണ് പ്രതാപൻ അത്രയും സംസാരിച്ച് അവസാനിപ്പിച്ചത്. അന്ന് ജിതനെ വിളിച്ച് ആ ഭ്രാന്തനന്റെ മകളെ ഞാനും കൊടുക്കില്ല എന്ന് പറഞ്ഞതോർക്കെ അപമാനഭാരത്താൽ അയാളുടെ തല താഴ്ന്നു പോയി. എന്നാൽ ഇതേ സമയം പ്രതാപനോട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു രവിവർമ്മ. ഇതവസ്ഥ തന്നെയാണ്. ഹിമചറിമയും പിന്നെ ശ്വാസമൊന്ന് ആഞ്ഞെടുത്തുകൊണ്ട് രവിവർമ്മ പ്രതാപനോട് വീണ്ടും സംസാരിച്ചു തുടങ്ങി. അത് നടക്കില്ല, യദു ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. ഉറച്ച ശബ്ദത്തിൽ പറയുന്ന വാക്കുകൾ വന്ന് തറച്ചത് പ്രതാപന്റെ ഹൃദയത്തിലേക്കായിരുന്നു. ആ വാക്കുകളിൽ അയാൾ ഞെട്ടിത്തരിച്ചു നിന്നു. അന്ന് പറഞ്ഞതിനെല്ലാം ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ട്. ആരുടെ മുൻപിൽ വേണമെങ്കിലും മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. ഈ വിവാഹം നടക്കണം. തന്നെ നോക്കി അപേക്ഷയോടെ സംസാരിക്കുന്ന പ്രതാപനെ രവിവർമ്മയുടെ ഉള്ളിലും സങ്കടം വന്നു നിറഞ്ഞു. പക്ഷേ നടക്കാത്ത കാര്യത്തിന് അയാൾക്ക് പ്രതീക്ഷ നൽകുന്നത് അർത്ഥമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. യദുവിൻ്റെ വിവാഹം കഴിഞ്ഞു. ഇപ്പം അവൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ഒരു നിമിഷം കേട്ട വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ പ്രതാപൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അതേ അവസ്ഥ തന്നെയായിരുന്നു രേവതിക്കും. എന്ത്? അവിശ്വസനീയതയോടെ നോക്കിക്കൊണ്ട് പ്രതാപൻ ചോദിച്ചതും രവിവർമ്മയുടെ പക്കൽ നിന്നും മറുപടിയും വന്നിരുന്നു. യദുവിൻ്റെ തീരുമാനമാണ്. ഞങ്ങൾക്കും എതിർപ്പില്ലായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു നിർത്തിയതും ആരെയും നോക്കാതെ ആർക്കും മുഖം പോലും കൊടുക്കാതെ പ്രതാപൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അയാൾക്ക് പുറകെ അയാളുടെ ഭാര്യയും ഉണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോകുന്ന പ്രതാപനെയും ഭാര്യയെയും നോക്കിക്കൊണ്ട് രവിവർമ്മയുടെ മുഖം ചുളിഞ്ഞു. തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിലാണ് ആമയും ചെറിയമ്മയും. ആമയുടെ കൈകൾ തൻ്റെ ഉദരത്തെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ഒരാളല്ല, 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത് എന്നറിഞ്ഞതും അവളുടെ ഉള്ളിൽ സന്തോഷം തിരതല്ലി. 3 പുരുഷന്മാരിൽ അപമാനിക്കപ്പെട്ടവളാണ് താന്. ഇനി എന്തായാലും തൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പരീക്ഷണത്തിന് തയ്യാറല്ല. അപ്പം തനിക്ക് മുൻപോട്ട് ജീവിക്കാനുള്ള ഈ ഊർജം തൻ്റെ കുഞ്ഞുങ്ങൾ. തൻ്റെ ഉദരത്തെ പൊതിഞ്ഞു പിടിക്കുന്നതിനോടൊപ്പം അവളുടെ ഉള്ളിൽ 1000 സ്വപ്നങ്ങളും അവൾ നെയ്തു കൂട്ടി. കാളിയാർ മഠത്തിലെത്തിയ ഉടനെ ഈ വാർത്ത എല്ലാവരെയും ചെറിയമ്മ അറിയിച്ചു. എല്ലാവരിലും സന്തോഷത്തിൻ്റെ ആഴം കൂടി. ഒരു കുഞ്ഞിന് പകരം 2 കുഞ്ഞുങ്ങൾ. ആമയ്ക്ക് വേണ്ടി ആവണി ചെറിയമ്മ പ്രത്യേക മഴപ്രഥമൻ ഉണ്ടാക്കി അവളെ വേണ്ടുവോളം ഊട്ടി. അന്ന് മാസങ്ങൾക്ക് ശേഷം ഒരുപാട് സന്തോഷത്തോടെയാണ് ആമി ഉറങ്ങിയത്. രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞതും ബ്ലാക്ക് കളറിലുള്ള റോൾസ് റോയ്സ് കാളിയാർ മഠത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവൻ്റെ കാലുകൾ മാസങ്ങൾക്ക് ശേഷം കാളിയാർ മഠത്തിൻ്റെ മണ്ണിൽ പതിഞ്ഞു. രാത്രിയിൽ വൈരം പോലെ തിളങ്ങുന്ന അവൻ്റെ കണ്ണുകൾക്ക് മുകളിലേക്ക് നീട്ടി വളർത്തിയ മുടിയിഴകൾ നേരിയ കാറ്റിൽ വന്ന് പതിച്ചുകൊണ്ടിരുന്നു. കാറിൻ്റെ ഡോറടച്ച് അവന് കാളിയാർ മഠത്തിൻ്റെ കതകിനടുത്തേക്ക് നടന്നു. കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് കതക് തുറന്നതിനു ശേഷം അവൻ അകത്തേക്ക് കയറി. ശബ്ദമുണ്ടാക്കാതെ പടികൾ കയറി അവൻ ചെന്ന് നിന്നത് അവൻ്റെ മുറിക്ക് മുൻപിലാണ്. പതിയെ ഡോറൊന്ന് തള്ളിയതും അത് തുറന്നു വന്നിരുന്നു. അവൻ്റെ കണ്ണുകൾ ബെഡിലേക്ക് നീണ്ടതും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ആമയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവളുടെ അടുത്തേക്ക് പോകാൻ അവൻ മുന്നോട്ട് 2 അടി വെച്ചതും എന്തോർത്തതുപോലെ അവിടെ തന്നെ നിന്നു. പിന്നെ സ്വയം അവനെ തന്നെ ഒന്ന് നോക്കി. സേവ്യർ വിളിച്ച ഉടനെ നേരെ പുറപ്പെട്ടതാണ്. അവൻ്റെ ആ ശരീരം ആസകലം വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കിയതും അവന് വേഗം 2 അടി പുറകിലേക്ക് വെച്ചു. എന്നിട്ടും ആമയെ ഒന്ന് നോക്കിയതിനു ശേഷം നേരെ ബാത്റൂമിലേക്ക് പോയി. തൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങളെല്ലാം അടർത്തി മാറ്റി ശരീരം നന്നായി ബോഡി വാഷിട്ട് കുളിച്ചു. എന്നിട്ടും തൃപ്തിയാകാതെ അവന് വീണ്ടും അവനെ തന്നെ ഒന്ന് മണത്തു നോക്കി. ഓക്കെ ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് അവൻ പുറത്തേക്ക് വന്നത്.
കബോർഡിൽ നിന്നൊരു ടീഷർട്ടും ഷോർട്ട്സും ധരിച്ച ശേഷം അവന് ബെഡിൽ കിടക്കുന്ന ആമിയുടെ അടുത്തേക്ക് പോയി. കൈ തലയോട് ചേർത്ത് വെച്ച് ചെരിഞ്ഞ് കിടന്നുറങ്ങുകയാണ് ആമി. ടീഷർട്ടും പാൻറ്റുമാണ് അവളുടെ വേഷം. അവളുടെ മുഖമാസകലം അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു. നല്ല ഉറക്കത്തിലാണ്. പക്ഷേ മുഖത്ത് ക്ഷീണം നിഴലിച്ചിരിക്കുന്നത് പോലെ തോന്നി അവന്. ചിരിക്കുന്ന 2 കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിലേക്ക് വന്നതും അവൻ അവളെ തന്നെ നോക്കി നിന്നു. അന്നാദ്യമായി അവളോട് പകയിലുപരി മറ്റെന്തോ അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. എന്നാൽ പെട്ടെന്ന് അവളുടെ മുഖത്ത് നിന്ന് അസ്വസ്ഥതയോടെ അവൻ കണ്ണുകൾ പിൻവലിച്ചതും അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് അവളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലിയിലാണ്. കുറച്ചു നേരം അതിലേക്ക് നോക്കിയതിനു ശേഷം അവൻ്റെ കണ്ണുകൾ വീണ്ടും താഴേക്ക് പതിച്ചു. പതിയെ അവൻ്റെ കണ്ണ് തൻ്റെ കുഞ്ഞുങ്ങളെ ചുമയ്ക്കുന്ന ആ ഉദരങ്ങളിലേക്ക് പോയി. ഇപ്പോൾ 4 മാസം തുടങ്ങിയത് കൊണ്ട് തന്നെ ആമിക്ക് ചെറുതായി വയറ് വന്ന് തുടങ്ങിയിരുന്നു. ആ ടീഷർട്ടിലൂടെ കുറച്ച് മാത്രം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വയറ് കണ്ടതും അവൻ്റെ കണ്ണുകളിൽ സന്തോഷം മലതള്ളി. എന്തിനോ വേണ്ടി അവൻ്റെ ഹൃദയം വല്ലാതെ കൊതിക്കാൻ തുടങ്ങി. അവൻ്റെ കാലുകൾ അവളുടെ അടുത്തേക്ക് സഞ്ചരിച്ചു. ബെഡിൽ ശാന്തമായി കിടക്കുന്ന അവളുടെ അടുത്തേക്ക് ശബ്ദമുണ്ടാക്കാതെ അവന് കയറി കിടന്നു. വളരെ ശ്രദ്ധയോടെ അവളെ ചേർന്ന് കിടക്കുമ്പോൾ അവൻ്റെ നെഞ്ചോട് ചേർന്നാണ് അവളുടെ പുറം തട്ടുന്നത്. അവൻ്റെ ഒരു കൈ അവളുടെ ഉദരത്തിലേക്ക് സഞ്ചരിച്ചു. പതിയെ അവൾ പോലും അറിയാതെ ആ ടീഷർട്ട് ഉയർത്തി. ആ കൈകൾ പതിയെ തൻ്റെ കുഞ്ഞുങ്ങളെ തലോടുമ്പോൾ എന്തിനെന്നറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. തൻ്റെ ഉറക്കത്തിന് ഭംഗം വന്നതുപോലെ അസ്വസ്ഥതയോടെ കണ്ണു തുറക്കാതെ ആമിയൊന്ന് തിരിഞ്ഞു കിടന്നതും ആമി യാദവിന് അഭിമുഖമായി കിടന്നു. പ്രതീക്ഷിക്കാതെ തനിക്ക് അഭിമുഖമായി കിടക്കുന്ന ആമിയുടെ ശ്വാസം തന്നിൽ വന്ന് പതിക്കുന്നതറിഞ്ഞതും യാദവിൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാർ മിന്നി. ഒന്ന് കണ്ണുകൾ അടച്ച് തൻ്റെ ഹൃദയം ശാന്തമാക്കിയതിനു ശേഷം ആമിയുടെ ഉറക്കത്തെ അസ്വസ്ഥമാക്കാതെ ഒരു കൈകൊണ്ട് അവളുടെ ഉദരത്തെയും മറു കൈകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് പതിയെ ഒന്നുകൂടി അവളോട് ചേർന്ന് കിടന്നു. ഉറക്കത്തിൽ അവളും അവനോട് ചേർന്ന് കിടന്നതും യാദവിൻ്റെ മനസ്സിലേക്കൊരു തണുപ്പ് വന്ന് നിറയുന്നത് അവനറിഞ്ഞു. അതോടെ യാദവ് പതിയെ കണ്ണുകളടച്ചു. കണ്ണടച്ച് കിടക്കുമ്പോഴും ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാതെയായിരുന്നു അവൻ്റെ മനസ്സ്. കണ്ണടച്ചു കിടന്നാൽ തന്നെ അച്ഛ എന്ന് വിളിക്കുന്ന 2 കുരുന്നു ശബ്ദം. അത് കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ നിറയുന്നത് അവൻ തിരിച്ചറിയാൻ സാധിച്ചു. 3 ദിവസം മുമ്പ് മുംബൈക്ക് പോയതാണ് താന്. അവിടെ ഒരു ബിസിനസ് മീറ്റിംഗ്. പക്ഷേ ഇന്ന് കാലത്ത് തൊട്ട് മനസ്സെവിടെയും ഉറച്ചു നിൽക്കാത്തതുപോലെ. ഇന്ന് ആമിക്ക് ചെക്കപ്പുള്ള ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ മുതൽ സേവ്യറിന് കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവന്. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് സേവ്യർ വിളിച്ചു. ആമിയുടെ ഉള്ളിലുള്ളത് ഒരാളല്ല 2 ആളാണ് എന്ന് പറഞ്ഞതും സത്യത്തിൽ സന്തോഷം കൊണ്ട് തൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. തൻ്റെ കുഞ്ഞുങ്ങൾ, തനിക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും സ്നേഹിക്കാനും തൻ്റെ രക്തം. അവൻ്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഉടനെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് ഓടി വരുമ്പോൾ ഇതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നി. അവരെ തൻ്റെ ഉദരത്തിൽ കിടക്കുന്നവളെ സ്നേഹം കൊണ്ട് ചുംബനം കൊണ്ട് മൂടാൻ തോന്നി. പക്ഷേ പെട്ടെന്നെന്തോ മനസ്സിലേക്ക് കടന്നു വന്നതും അസ്വസ്ഥതയോടെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് തന്നോട് ചേർന്ന് കിടക്കുന്ന ആമിയെ അവനൊന്ന് നോക്കി. ശാന്തമായി തന്നോട് ചേർന്ന് കിടക്കുന്ന അവളുടെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞതോടൊപ്പം ചില വേദനിപ്പിക്കുന്ന ഓർമ്മകളും അവൻ്റെ മനസ്സിലേക്ക് അലയടിച്ചു. വീണ്ടും കണ്ണുകളൊന്ന് അടച്ചൊന്ന് ആഞ്ഞു ശ്വാസമെടുത്തതിനു ശേഷം തന്നോട് ചേർന്ന് കിടക്കുന്ന ആമിയെ പതിയെ അവൻ തന്നിൽ നിന്നും അടർത്തി മാറ്റി. ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനു മുൻപ് അവളുടെ ഉദരത്തിലേക്കൊന്ന് നോക്കിയതിനു ശേഷം പതിയെ ആ ടീഷർട്ട് ഉയർത്തിക്കൊണ്ട് ആ ഉദരത്തിൽ 2 സ്നേഹചുംബനം നൽകി. ഉറക്കത്തിൽ ഒന്ന് ഞെരങ്ങി തിരിഞ്ഞു കിടക്കുന്ന ആമിയെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ അവളുടെ ടീഷർട്ട് വലിച്ച് താഴ്ത്തി കൊടുത്തു. പെട്ടെന്നാണ് അവൻ്റെ കണ്ണിലെന്തോ ശ്രദ്ധയിൽപ്പെടുന്നത്. സൂക്ഷിച്ചു നോക്കിയ യാദവ് കാണുന്നത് അവളുടെ വെളുത്ത വയറിന് സൈഡിലായി കാണുന്ന ഒരു നീലിച്ച് കിടക്കുന്ന പാടാണ്. ആ നിമിഷം എന്തുകൊണ്ടോ അവനിൽ ഒരു അസ്വസ്ഥത പടർന്നു. അന്നത്തെ രാത്രി താൻ അവൾക്ക് സമ്മാനിച്ച ഒരുപാട് മുറിവുകളിൽ ഒന്ന്. തൻ്റെ കൈകൾ കൊണ്ട് അവിടെ ഒന്ന് തലയോടിയതിനു ശേഷം ആമിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ടും ആമിയെ നന്നായി പുതപ്പിച്ചു കൊടുത്തതിനു ശേഷം ബാൽക്കണിയിലേക്ക് പോയി.